എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതട്ടെ. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 40L എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ മോഡലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിമൻസ് എംപവർമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിർമ്മിതി കേന്ദ്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അവിടെ ചെയ്യുന്നത്. മോഡലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 15 കിലോ സോളിഡ് വേസ്റ്റും 20 ലിറ്റർ വെള്ളവും ട്രീറ്റ് ചെയ്യാവുന്ന മോഡലാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂറിനിടയിലുള്ള ഗ്യാസ് ഡെയിലി കിട്ടും. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ ലെവലിംഗ് ചെയ്തിട്ടാണ് പ്ലാന്റ് വെക്കുന്നത്. ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡാമേജസ്, അതായത് ഡാമേജ് കോസിങ് ഒബ്ജക്ട്സ് ഇതിന്റെ മുകളിൽ വീണാൽ ടാങ്ക് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു 20% സേഫ്റ്റി കൂടുതലുള്ള മോഡലാണ് ഈ മോഡൽ. കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ലെവലിംഗ് ആണ്. അതിനുശേഷം നമ്മൾ കൗഡങ് ലോഡ് ചെയ്ത് ഡ്രമ്മും മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് ഡ്രം എടുത്തു വെച്ച് അത് ഫുള്ളായിട്ട് ഇൻസ്റ്റലേഷൻ തീർക്കും. ഈ മോഡലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റിന്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യലിന്റെ ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇത് നമുക്ക് വീടുകളിലേക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങളിലേക്കും ഇത് ഉപയോഗിക്കാം. 15 കിലോ ആണ് ഇതിന്റെ വേസ്റ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വളരെ സീറോ ആണ്, അതായത് വളരെയധികം മെയിൻ്റനൻസ് കുറഞ്ഞൊരു മോഡൽ തന്നെയാണ്. ആകെ കൂടി നമ്മൾ ചെയ്യേണ്ടത് വാൽവും അതേപോലെ തന്നെ സ്റ്റൗവിന്റെ അവിടെ ലൂബ്രിക്കേഷനുമാണ് നമ്മൾ ഇത് കൂടി ചെയ്യുന്നത്. ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ മിക്സർ വെച്ചിട്ടുണ്ട്. എല്ലാ മോഡലുകളിലുള്ള പോലെ തന്നെയാണ്. ഇതിലൊരു 2 മിക്സർ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് താഴുന്ന സമയത്ത് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്കം ഫോർമേഷൻ നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് പേര് കൊമേഴ്ഷ്യലിലും സീൽഡ് മോഡൽ അന്വേഷിക്കുന്നുണ്ട്. സീൽഡ് മോഡൽ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മെയിൻ കാരണം അതിൻ്റെ മെയിൻ്റനൻസ് തന്നെയാണ്. അതുപോലെ തന്നെ അതിന് സേഫ്റ്റി ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യലിലും നമ്മൾ സീൽഡ് മോഡൽ ചെയ്യുന്നില്ല. ഈ മോഡൽ നമ്മൾ പുറത്തോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഔട്ട് ഓഫ് കേരളയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഔട്ട് ഓഫ് കേരള ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കില്ല. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ചാണകം നമ്മൾ നിറച്ചു കൊടുക്കില്ല. ബാക്കിയെല്ലാം നമ്മൾ കിറ്റിനകത്ത് ഉണ്ടാവും, ജസ്റ്റ് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഇത് ഞങ്ങൾ ഒരുപാട് ഡോഗ് ഫാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമുകൾ, ഹോട്ടൽസ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എഫിഷ്യൻസി കൂടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 15 കിലോ പറഞ്ഞാൽ നിങ്ങൾ കിലോയിൽ അല്ലെങ്കിൽ 12 കിലോയിൽ അത് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത കൂടും. എപ്പോഴും വേസ്റ്റ് നമ്മൾ ഇൻലെറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് കുറച്ച് ഫോഴ്സിൽ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സ്ലറി പുറത്തോട്ട് വരുന്നുണ്ടോയെന്നും കൂടി ഒന്ന് തീർച്ചപ്പെടുത്തുന്നത് നല്ലതാണ്. ഗ്യാസ് ഔട്ട്ലെറ്റ് വാൾവ് ഈ വേസ്റ്റ് ഹീപ്പായി കിടക്കുന്നതിൽ ടച്ച് ചെയ്ത് അതിനൊരു ബ്ലോക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രമ്മ് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റക്ക് ആവും, താഴോട്ട് വരാനുള്ള ആ മൂവ്മെന്റ് അതിൻ്റെ പോവും. അതുപോലെ തന്നെ DIY ചെയ്യുന്നവർ ഡ്രമ്മ് ഇടുന്ന സമയത്ത് അതിൻ്റെ ആക്സിസിലേക്ക് കറക്റ്റായിട്ട് ലോഡ് ചെയ്തിടാൻ ശ്രമിക്കണം. കാരണം സൈഡിലോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഡ്രമ്മ് പൊന്തുകയോ താഴുകയോ ചെയ്യില്ല. പിന്നെ റിലീസ് ചെയ്യുമ്പോൾ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെക്കുന്ന സ്ഥലം സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്നും കൂടി തീർച്ചപ്പെടുത്തണം. തെങ്ങുണ്ടെങ്കിൽ തേങ്ങ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വിടാനും സാധ്യതകളുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥലം മാറ്റണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ സ്ഥലം മാറ്റാനായിട്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ബയോമെക് ഇൻസിനറേറ്റേഴ്സിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻസിനറേറ്റർ സോളാർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ബോത്ത് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സോളാർ പാനൽസ് ചെയ്യുന്നുണ്ട്, ഇൻവെർട്ടേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ പ്ലാനിന്റെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഡീലേഴ്സ്, ഏജൻറ്റ്സ്, ഫ്രാഞ്ചൈസീസ് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ബേസിസിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതാണ്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുള്ളൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.